സൗദി പ്രോമെട്രിക്കിന് ചോദിച്ചൊരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് നോക്കിക്കോളൂ. സംഭവം ഇത്രയേ ഉള്ളൂ, ഹൈപ്പർ തെർമിയ. ഓക്കെ, മാലിഗ്നൻ്റ് ഹൈപ്പർ തെർമിയ അങ്ങനെ പറയണം അല്ലേ. അത് ആ ഒരു ടോപ്പിക്കും അതിന് കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്, ഡെൻട്രോളിൻ. ഓക്കെ, ഇതിനെ ബേസ് അത് എന്തിനാണ് കൊടുക്കുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. മനസ്സിലാക്കുക ആദ്യം തന്നെ എന്താണ് മാലിഗ്നൻ്റ് ഹൈപ്പർ തെർമിയ. പേരിലുള്ള പോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ കണ്ടമാനം കൂടുന്ന പ്രശ്നമാണ്. മാലിഗ്നൻ്റ് ആണ്, കുറച്ച് ഡേഞ്ചറസ് ആണ്, ലൈഫ് ത്രെട്ടനിങ് ആണ് ഇത് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. മെയിനായിട്ട് ഇതുണ്ടാകുന്ന അനസ്തെറ്റിക് ഡ്രഗ്സിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ടാണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക. അനസ്തെറ്റിക് ഡ്രഗ്സ് കൊടുക്കുന്നവരിലാണ് അത് ഇൻഹെറിറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് മനസ്സിലാക്കാം ഈ റിസ്ക് ഉള്ളവരിൽ ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാം. മെയിൻ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊരു ഹൈപ്പർ മെറ്റബോളിക് റിയാക്ഷനാണ് സ്കെൽറ്റൽ മസിൽസിനുള്ളിൽ കണ്ടമാനം കാൽഷ്യം റിലീസ് ചെയ്യപ്പെടുന്നതിലൂടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മെറ്റബോളിസം കൂടിക്കഴിഞ്ഞാൽ ഹീറ്റ് പ്രൊഡക്ഷൻ കൂടും അല്ലേ, ബോഡി ടെമ്പറേച്ചർ കണ്ടമാനം കൂടും. അത് അതിൻ്റെ ലേറ്റ് സൈനാണ്. അപ്പോൾ ഫസ്റ്റ് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ആദ്യം അത് ഇമ്പോർട്ടൻ്റ് ആണ്, മസിൽ റിജിഡിറ്റിയാണ്, മസിൽ സ്പാസമാണ്. ഓക്കെ, പ്രത്യേകിച്ച് ജോ ഏരിയയിലൊക്കെ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ടാക്കിക്കാർഡിയ, വേറെ സിംറ്റംസ് ആണ് പറയുന്നത്, ടാക്കിപ്നിയ, മെറ്റബോളിക് അസിഡോസിസും റെസ്പിറേറ്ററി അസിഡോസിസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, ഹൈപ്പർ കലീമിയ, പൊട്ടാസ്യം ബ്ലഡിൽ കൂടാനുള്ള സാധ്യത, ഇതൊക്കെയാണ് മറ്റ് സിംറ്റംസ് ആയിട്ട് എടുത്തു പറയുന്നത്. ഇനി നമ്മുടെ പോയിന്റിലോട്ട് വരാം. എന്ത് ഡ്രഗ് ഇവിടെ കൊടുക്കും? മാലിഗ്നൻ്റ് ഹൈപ്പർ തെർമിയ ഉള്ള ഒരു പേഷ്യൻറ്റിൽ പ്രധാനപ്പെട്ട ആൻറ്റിഡോട്ട് അല്ലെങ്കിൽ മെയിൻ അതിൻ്റെ സ്പെസിഫിക് ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് ഡെൻട്രോളിനാണ്. ഡെൻട്രോളിൻ ഒരു മസിൽ റിലാക്സൻ്റ് ആണ്, ആദ്യം മനസ്സിലാക്കുക. ഇത് നമ്മുടെ മസിൽസ്, സ്കെൽറ്റൽ മസിൽസിൻ്റെ കാൽഷ്യത്തിൻ്റെ റിലീസിനെ തടയും. ഓക്കെ, അപ്പോൾ അതാണല്ലോ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അത് എടുത്തു പറയണം, ഇതിൻ്റെ ആൻറ്റിഡോട്ട് ഡെൻട്രോളിൻ. അത് ക്വസ്റ്റ്യനിൽ കൂടുതൽ ചോദിക്കുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ്, എന്താണോ ട്രിഗറിങ് ആയിട്ടുള്ള ഒരു ഡ്രഗ്, അനസ്തെറ്റിക് ഡ്രഗ്സ്, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, 100% ഓക്സിജൻ കൊടുക്കുക. കൂളിംഗ് മെഷേഴ്സ്, ഐസ് ക്യാപ്പ്, പിന്നെന്താണ് കൂളിംഗ് IV ഫ്ലൂയിഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ മെറ്റബോളിക് അസിഡോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ട് ഇല്ലേ, അസിഡോസിസ് ഉണ്ടാകാം, ഹൈപ്പർകലീമിയ ഉണ്ടാകാം. അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് ചെയ്യുക. അപ്പം DHA, HAD, MOH, പ്രോമെട്രിക്, NCLEX, RN ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ്. നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും ഒക്കെ ആയിട്ട്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷനൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും മെമ്പേഴ്സ് ഉള്ളിലും സബ്സ്ക്രിപ്ഷനിലും ഒക്കെ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് അതിൽ പ്രത്യേകമായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും.